എനിക്കിന്ന് ടിഫിൻ വേണ്ട. അല്ല നീ ഒന്നും കഴിക്കാതെ പോകണം മോളെ. ഞാനൊരു ഗ്ലാസ് പാലും കുടിച്ചേ. പിന്നെ ഫസ്റ്റ് എനിക്ക് ക്ലാസ് തുടങ്ങുന്ന ദിവസമായി. നേരത്തെ ചെന്നില്ലെങ്കിൽ ആകെ അലമ്പാവും. ആരപ്പ ആനിമോളെ കോളേജിൽ കൊണ്ടുവിടുക? ക്രിട്ടിക്കലായിട്ട് 2 പേഷ്യൻസ് എനിക്കുണ്ട്. എനിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോകണോടി. ആ എനിക്ക് വലിയേട്ട് അങ്ങോട്ട് പോകണ്ട. പാവം അവര് രക്ഷപ്പെട്ടോട്ടെ. 9 മണിക്ക് 2-3 കല്യാണ പാർട്ടികൾ കടയിൽ വരും. അല്ലായിരുന്നെങ്കിൽ വേണ്ട വേണ്ട വേണ്ട. അടുത്തയാളെന്ത് പറയുന്നു? ഇന്ന് സൈറ്റ് കോൺക്രീറ്റ് ഉള്ള ദിവസാ. അപ്പോ താങ്കൾക്ക് പറ്റില്ല. വാടക വരെ വരാമെങ്കിൽ പിന്നെ അകത്തോട്ട് വിട്ടാൽ എന്താ പറ്റേട്ടാ? ഈ വേഷമാക്കിയിട്ടുണ്ടെങ്കിൽ കോളേജ് വരുന്നത് നിനക്ക് ഉറച്ചില്ലേ? തോട്ടത്തിൽ ജോസൂട്ടി എന്ത് ഡ്രസ് ഇട്ടാലും അതൊരു ഗമയാ. നെറ്റിപ്പട്ടം കെട്ടിയാലില്ലേലും ആന തന്നെയാ. എന്റെ കൊച്ചേട്ട് ഇങ്ങനെ വരുന്ന എനിക്കിഷ്ടം. എന്റെ കൂട്ടുകാരികളൊക്കെ ഒന്ന് കാണട്ടെ. വെള്ളത്തിലാക്കല്ലേ? എന്തോ കൂവേ, ഇതുപോലത്തെ കഴിയൊന്നുമില്ല എന്റെ കൊച്ചേട്ടിലെ. ആന പിടിച്ചപ്പോൾ അനങ്ങല. ആന പിടിച്ചാൽ അടങ്ങില്ല, പക്ഷെ ആന പിടിച്ചാൽ അടങ്ങും. അവളൊരു ഷോപ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ? വന്നിട്ട് കഴിക്കാടി. ഇവിടെ സമയത്ത് കോളേജുണ്ട്. ആ ജോസേ, എടപ്പള്ളിയുള്ള ഡോക്ടർ സാമുവലിന് ഒരു 4 ലോഡ് കട്ട കൂടി ഇറക്കിയേക്ക്. ഓ അത്രയുള്ള കാര്യം. ആശുപത്രി ചോദിക്കുന്നത് അതിനെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓ പിന്നെ ഇതുവരെ ഇറക്കിയതല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും ഗ്യാസാണ്. തെണ്ടി നടന്ന 2 പേർക്കും മുമ്പിൽ വരുന്നത് ബാറാണ്. ബാറാണ് വണ്ടി വണ്ടി. അല്ല നീ പിന്നെ എങ്ങനെ പോകും? അതല്ല ജന പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ സ്വർണ്ണം എടുക്കാൻ വരുന്ന പാർട്ടിയെ പറ്റി. അവര് 10 മണിയാകുമ്പോഴേക്കും കടയിൽ വരുന്നേ. ഇപ്പൊ തന്നെ 10 കഴിഞ്ഞു. അല്ലെങ്കിൽ എന്റെ കാര്യത്തിനൊന്നും സമയമില്ലല്ലോ. അതല്ല ജന. വേണ്ട വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കൊച്ചേട്ടാ, എന്നെ കൂടെ കൊണ്ടു. എനിക്ക് കോളേജിൽ പോകാൻ നേരെ. 1 മണിക്കൂറിന്റെ എല്ലാം വാങ്ങിച്ചു തരും. അപ്പോഴേക്കും വരുമോ ചേട്ടാ? മേലാലങ്ങനെ ചോദിക്കും. വരണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ വന്നിരിക്കും. പക്ഷേ ഇന്ന് വരത്തില്ല. ചൂണയില് പിടിപ്പത് പണിയുണ്ട്. ഇതൊരു കാര്യം ചെയ്യും, ഓട്ടോ എടുത്ത് വീട്ടിലേക്ക് പോകും. ഇറങ്ങി വാടോ. നമ്മളെ അപ്പച്ചന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്താ ജീപ്പ് ഓടിക്കണമെന്നോ, ഞങ്ങളുടെ അടുത്ത് വക്കീലാക്കണമെന്ന്. അത് നടന്നില്ല. അതുകൊണ്ട് മാത്രം എല്ലാരും എതിർത്തിട്ടും ആനിമോളെ എൽഡിക്ക് വിട്ടത്. നിങ്ങൾ കാര്യം പോലല്ല ആനി, അവള് ബഹുവും പിടിക്കുക ആണല്ലോ, മിടുമിടിക്കുക. അവക്ക് പറ്റിയ ചെറുക്കനെ കണ്ടുപിടിക്കും. അതിലൊരു പ്രയാസമില്ലെന്നേ. തോട്ടത്തിൽ കുടുംബവുമായി ബന്ധപ്പെടാൻ ആൾക്കാർ നെട്ടോട്ടവും കൂട്ടയോട്ടവും. കണ്ട അണ്ടനും അടവോട്ടവും എന്റെ കെട്ടിച്ചു കൊടുക്കുകയല്ല. അത് നടക്കുന്ന കാര്യമാണ്. കൊള്ളാവുന്നവനാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. മനസ്സിലായോ? എന്തോ മനസ്സിലായി? കൊള്ളാവുന്നവനാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഇപ്പൊ മനസ്സിലായോ? എന്നാ ജീപ്പ് പോട്ടെ. എന്നത്തെയും പോലെ കൊച്ചേട്ടന്റെ വക പിറന്നാൾ സമ്മാനം. അങ്ങോട്ട് പിടിക്കുന്നു. കൊണ്ടൊന്ന് മുഴുവൻ നോക്കട്ടെ. മാറ്റി കുത്തണോ? അവിടെ കിട്ടി കിട്ടി കിട്ടി. വേഗം തുറക്കും. വെറും വയറ്റിലോട്ട് ഇത് ചെന്നാലേ ഉടലങ്ങ് എരിഞ്ഞു കയറും. അയ്യോ, കണ്ടാലത് മുഴുവൻ തീർക്കും. വിചാരിക്കും ഞാൻ മാനേജ് ചെയ്തോളാം. കഥകളൊന്നും ഇപ്പൊ ഇല്ലല്ലോ കർമ്മികമായി, മുഴുവൻ നോവലുകളല്ലേ. ഓ തേങ്ങ ഉള്ളതായിരിക്കും. അമ്മായി പറഞ്ഞത് ജോസൂട്ടിയാണല്ലോ. പുറത്ത് മാത്രമല്ല അകത്തും അല്ല, എപ്പോഴും ജോസൂട്ടി വെള്ളത്തിലാണെന്ന് പറയായിരുന്നു. ഇവിടെ അമ്മായി പോണില്ലേ? പറഞ്ഞല്ലോ വന്ന് കയറിയല്ലോ. എന്നാ അകത്തോട്ട് കയറിയാട്ടെ. ഈ വന്നത് എന്തായാലും നല്ല സമയത്ത്. ഈ ഊണ് കഴിഞ്ഞിട്ടാവാം പരദിവസവും കഥ പറച്ചിലും എല്ലാം.
കുറച്ച് കിട്ടട്ടെ. മതി മതി. കുറച്ച് മതി മോളെ. നീ എന്താ ഇവളുമാരെ ആദ്യമായിട്ടാണ് ഇത്ര തുറച്ചു നോക്കാൻ? ആ എല്ലാത്തിനും ഒരു യോഗം വേണം. തുടങ്ങി. എനിക്കുണ്ടേ 3 മരുമക്കള്. എന്നാ പറയാനാ? എടി കർമ്മലേ, നീ അമ്മച്ചിക്കുള്ള കോട്ട കൊണ്ടുവന്നില്ലേ? അത് ഞാൻ ഈ മാസം കോട്ട മേടിക്കാൻ പോയില്ല. അതുകൊണ്ട് ഇതേ കൊണ്ടുവന്നുള്ളൂ. അല്ലമ്മയെ ഒന്നേ കൊണ്ടുവന്നോളോ? അപ്പൊ എനിക്കില്ലേ? അത് ശരി. നിനക്കും കൂടി ആടാ ഇത്. ഓ നാത്തോന്റെ ഒരു ഭാഗ്യം. മക്കളേതാ മരുമക്കളേതാ നല്ല ഭേദമുണ്ടോ? തമ്മിൽ എന്തൊരു സ്നേഹ. ആ എന്റെ ഒരു